നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. പോലീസിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കണമെന്ന പ്രമേയവുമായി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ 35ാമത് ജില്ലാ സമ്മേളനം നടത്തി. അമ്പലപ്പുഴ MLA സലാം ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. LP, UP, HS വിഭാഗം കുട്ടികൾക്കായി സംഘടിപ്പിച്ച മത്സരത്തിൽ 200ഓളം വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് KP ധനീഷ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. എന്റെ കേരളം പരിപാടിയുടെ ഭാഗമായി വയോജനങ്ങൾക്കായി സംഘടിപ്പിച്ച സ്മൈൽ ഡെന്റൽ ക്ലിനിക്, വയോമിത്രം ക്ലിനിക് എന്നിവയുടെ ഉദ്ഘാടനം അമ്പലപ്പുഴ MLA സലാം നിർവഹിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ സംഘടിപ്പിച്ച ലോക മാതൃദിനാചരണ പരിപാടി ശ്രദ്ധേയമായി. ആശുപത്രിയുടെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. പോലീസിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കണമെന്ന പ്രമേയവുമായി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ 35ാമത് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA സലാം ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പോലീസിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കണമെന്നും 8 മണിക്കൂർ ജോലി നടപ്പാക്കണമെന്നും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. വനിതാ പോലീസുകാർക്ക് ആർത്തവ അവധി അനുവദിക്കുക, അവരുടെ അംഗബലം 15% വർദ്ധിപ്പിക്കുക, മെഡിസെപ്പ് ഇൻഷുറൻസിന്റെ പോരായ്മകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രമേയത്തിൽ ഉന്നയിച്ചു. അമ്പലപ്പുഴ MLA സലാം സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതുകൊണ്ട് ഏറെ സൂക്ഷ്മതയോടെയും കുറവുകളില്ലാതെയും സേനയെ നയിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സംവിധാനം അത് ഏറ്റവും മികച്ച തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ട് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച സേനയായി കേരള പോലീസിനെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതൊരു കേവല അർത്ഥത്തിൽ ഒരു പദപ്രയോഗം കൊണ്ട് മികച്ച സേന എന്നൊരു പദം പ്രയോഗിക്കുന്നതിലൂടെ മാത്രം ആർജിക്കുന്ന ഒരു കാര്യമല്ല. ആയിരക്കണക്കിന് സേനാംഗങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഭാഗമായി കാലത്തിന് അനുയോജ്യമായി പോലീസ് സേനയെ നവീകരിക്കപ്പെടുന്നതിന്റെ ഭാഗമായി ആ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഒരു സേന ടോട്ടലായി നടത്തുന്ന ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച സേനയായി നമ്മുടെ സേനയിൽ മാറിത്തീരുന്നത്. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് KP ധനീഷ് സമ്മേളനത്തിൽ അധ്യക്ഷനായി. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ മുഖ്യാതിഥിയായി. സംസ്ഥാന പ്രസിഡന്റ് R പ്രശാന്ത്, ASP S അമ്മിണിക്കുട്ടൻ, DYSP-മാരായ MR മധുബാബു, S നൗമാൻ, ബിനു V നായർ, S ബിനു, ജില്ലാ സെക്രട്ടറി PK അനിൽകുമാർ, KPA ജില്ലാ സെക്രട്ടറി S സന്തോഷ്, സഹകരണ സംഘം പ്രസിഡന്റ് V വിവേക്, KPA സെക്രട്ടറി KP മോഹൻദാസ്, അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി നിയാസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. LP, UP, HS വിഭാഗം കുട്ടികൾക്കായിട്ടാണ് മത്സരം സംഘടിപ്പിച്ചത്. ഈ മാസം 25, 26, 27 തീയതികളിലായി ആലപ്പുഴയിൽ നടക്കുന്ന NGO യൂണിയന്റെ 62ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലയിലെ LP, UP, ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളർ എന്നിവയിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 200ഓളം കുട്ടികൾ മാറ്റുരച്ചു. ആലപ്പുഴ TD ഹൈസ്കൂളിൽ നടന്ന മത്സരം പ്രമുഖ കാർട്ടൂണിസ്റ്റ് പ്രേംജിത്ത് കായംകുളം ഉദ്ഘാടനം ചെയ്തു. ആർജിതമായ അവർക്കൊരു വാസനയുണ്ട്, അത് അവർ പ്രകടിപ്പിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, പഠിപ്പിക്കുകയല്ല വേണ്ടത്. അപ്പോൾ ചായ പെൻസിലും എല്ലാം കൊടുത്തിട്ട് നീ അങ്ങനെ വേണം, നീ ഇങ്ങനെ വേണം എന്ന് പറയുന്നത് അവരെ ഒരു കാരണവശാലും അവരെ നിർബന്ധിപ്പിക്കണം. ഒരു കാര്യത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അന്ന് അടുപ്പാണ് ഈ വെള്ളം നിർമ്മിക്കാനൊക്കെ അടുപ്പിനകത്ത് ഈ വിറക് കൊണ്ട്
നമുക്കറിയാം ഇപ്പോഴും ഗ്യാസ് വന്നപ്പോൾ അങ്ങനെ പോയി കുട്ടികൾക്ക് വേറെ എന്താണെന്ന് നമുക്ക് അറിയാവുന്നുണ്ട്. അപ്പോൾ അതിന് കരിക്കട്ട് അപ്പോൾ ഈ കരിക്കട്ടോട് നമ്മുടെ വീട്ടിൻ്റെ ജോലി NGO യൂണിയൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് N. അരുൺകുമാർ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ B. സന്തോഷ്, സമ്മേളന അനുബന്ധ പരിപാടിയുടെ കൺവീനർ P. സജിത്ത് എന്നിവർ സംസാരിച്ചു. യൂണിയൻ സെക്രട്ടറി C. സിലീഷ് യോഗത്തിന് സ്വാഗതവും MS. പ്രിയലാൽ നന്ദിയും പറഞ്ഞു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ജില്ലാ പോലീസ് മേധാവി MP. മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് KP. ധനീഷ് സമ്മേളനത്തിൽ അധ്യക്ഷനായി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ജില്ലാ പോലീസ് മേധാവി MP. മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബി പ്രൗഡ് ടു ബി എ പോലീസ്മാൻ. പ്രത്യേകിച്ച് നമ്മൾ റീജിയണലായിട്ട് പറയുന്നതാണെങ്കിലും അങ്ങനെ തോന്നാം ഒരുപക്ഷെ. പക്ഷെ കേരള സ്റ്റേറ്റ് പോലീസിലെ ഒരു മെമ്പറായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു സംഭവം. അതെന്താ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിതിനു മുമ്പ് സെൻട്രൽ റിസർവ് പോലീസിൽ വർക്ക് ചെയ്തതാണ്, CRPF വർക്ക് ചെയ്തതാണ്. മറ്റേ മമ്മൂട്ടിന്റെ CBI ഡയറി കുറിപ്പും കണ്ടു പോയതായിരുന്നു. CBI കിട്ടുന്നതാണ് വിചാരിച്ചത്. അന്ന് ആ റാങ്ക് ലിസ്റ്റിൽ വന്നപ്പോൾ നെക്സ്റ്റ് CPO സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനിൽ നെക്സ്റ്റ് വരുന്നത് CRPF CSF ITBP BSF എല്ലാം. പിന്നെ ഏതാ ടിക്ക് ചെയ്തെന്ന് പോലും ഓർമ്മയില്ല. പിന്നെ ലെറ്റർ വന്നിട്ടാണ് മനസ്സിലായത് CBI ഇല്ല, CRPF സബ് ഇൻസ്പെക്ടർ ആയിട്ടാണെന്നാണ് വന്നത്. പക്ഷേ അവിടെ പോയതിന് എനിക്ക് കിട്ടിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബ് പോലീസിനെ വളരെ. ആലപ്പുഴ സെക്രട്ടറി ബസാറിന് സമീപം കച്ചി മേമൻ ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് KP. ധനീഷ് അധ്യക്ഷത വഹിച്ചു. ഡിവൈഎസ്പിമാരായ ബിജു V. നായർ, S. ബിനു, KPA ജില്ലാ പ്രസിഡന്റ് KP. വിനു, അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം CR. ബിജു, സ്വാഗത സംഘം ചെയർമാൻ ബേർലി ജോസഫ് എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് G. ജയന്തി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രേംജി K. നായർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി PK. അനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ TL. ജോൺ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ബോബൻ ഓഡിറ്റ് റിപ്പോർട്ടും രാജേഷ് പ്രമേയവും അവതരിപ്പിച്ചു. സ്വാഗത സംഘം കൺവീനർ ബെൻസിഗർ ഫെർണാണ്ടസ് ചടങ്ങിന് നന്ദി പറഞ്ഞു. എന്റെ കേരളം പരിപാടിയുടെ ഭാഗമായി വയോജനങ്ങൾക്കായി സംഘടിപ്പിച്ച സ്മൈൽ ദന്തൽ ക്ലിനിക്, വയോമിത്രം ക്ലിനിക് എന്നിവയുടെ ഉദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു. എന്റെ കേരളം പരിപാടിയുടെ ഭാഗമായി വയോജനങ്ങൾക്കായി സംഘടിപ്പിച്ച സ്മൈൽ ദന്തൽ ക്ലിനിക്, വയോമിത്രം ക്ലിനിക് എന്നിവയുടെ ഉദ്ഘാടനം അമ്പലപ്പുഴ MLA H. സലാം നിർവഹിച്ചു. വളരെ മാതൃകാപരമായൊരു ഒരു സ്കീം അവർ തയ്യാറാക്കി. കാഴ്ച ഇല്ലാത്ത മനുഷ്യർ അവരുടെ ജീവിതം എങ്ങനെയാണ് എന്ന് കാഴ്ചയുള്ള മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നൊരു പ്രത്യേകമായൊരു സ്റ്റാൾ തന്നെ അവർ തയ്യാറാക്കി. ഞാനും ബഹുമാനപ്പെട്ട ഉദ്ഘാടകരായ മന്ത്രിയും ആലപ്പുഴ MLA എല്ലാം അതിൽ കയറി നമ്മുടെ കണ്ണ് കെട്ടി അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിയിട്ട് സഹായികൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ സഹായത്തോടുകൂടി സഞ്ചരിക്കുമ്പോൾ ട്രെയിൻ വരുന്ന ശബ്ദം കേൾക്കാം, അതുപോലെ ഒരു ഗുഹയിൽ കയറുന്ന ശബ്ദം കേൾക്കാം. ഫ്രൂട്ട്സ് മറ്റുള്ളതെല്ലാം വെച്ച് നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കിയിട്ട് തിരിച്ചറിയുന്നു. അപ്പോൾ നമ്മൾ കാഴ്ച ഉള്ളവരാണ്. നമ്മെ സംബന്ധിച്ച് അതിലുണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്ന കാഴ്ചയില്ലാത്ത വയോജനങ്ങൾ ഉൾപ്പെടെ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന സർക്കാരിന്റെ നയപരമായ സമീപനങ്ങൾക്കനുസൃതമായാണ് ജില്ലയിലെ സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രവർത്തനമെന്ന് H. സലാം അഭിപ്രായപ്പെട്ടു. വയോജനങ്ങൾക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന മന്ദഹാസം, വയോരക്ഷ തുടങ്ങിയ പദ്ധതികൾക്ക് അനുവദിച്ച തുക അർഹരായ ഗുണഭോക്താക്കൾക്ക് പൂർണ്ണമായും നൽകിയത് മാതൃകാപരമാണെന്നും MLA കൂട്ടിച്ചേർത്തു. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെയും ആലപ്പുഴ ഗവൺമെന്റ് ദന്തൽ കോളേജിന്റെയും സഹകരണത്തോടെ ആലപ്പുഴ ബീച്ചിന് സമീപം സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ പ്രമോദ് മുരളി അധ്യക്ഷനായി. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ AO. അബിൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ നസീർ പുന്നക്കൽ, KSM കോർഡിനേറ്റർ ഷിനോജ് എബ്രഹാം, ഗവൺമെന്റ് ദന്തൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അമല എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ സംഘടിപ്പിച്ച ലോക മാതൃദിനാചരണ പരിപാടി ശ്രദ്ധേയമായി. ആശുപത്രിയുടെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ സംഘടിപ്പിച്ച ലോക മാതൃദിനാചരണ പരിപാടി ശ്രദ്ധേയമായി. ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സഹകരണത്തോടെയാണ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് രമ്യ കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ അതിൽ ഒതുങ്ങിക്കൂടാതെ നമ്മുടെ ആ ഒരു സഹനശക്തി ഉണ്ട്. നമ്മളിലൂടെയാണ് നമ്മുടെ കുടുംബം മുഴുവൻ
കറങ്ങുന്നതെന്നുള്ളൊരു ഉത്തമ ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വെല്ലുവിളികൾ വന്നു കഴിഞ്ഞാലും നമുക്കത് സഹിച്ചു മുന്നേറാനുള്ള ഒരു കഴിവുണ്ട്. ഇതാണ് എല്ലാ അമ്മമാരെയും ഒരു എം വീണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി, ബാലാമണിയമ്മ, സിജി ശിവൻ, വി ജി കല, ഡോക്ടർ ഇ.വി. പുഷ്പകുമാരി, ഡോക്ടർ പി കെ ബീന, ഡോക്ടർ കെ.ഐ. ഷേർലി, കെ ലേഖ, കോംകിസ് മേരി, പ്രവീണ, ആശുപത്രി നഴ്സിംഗ് ഓഫീസർ ബിസ്മി സുനീർ, ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ജയകൃഷ്ണൻ, ആശുപത്രി PRO രമ്യ എന്നിവർ സംസാരിച്ചു. ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ചടങ്ങിന് സ്വാഗതവും വിശ്വരാജ് നന്ദിയും പറഞ്ഞു. യോഗത്തെ തുടർന്ന് ബാലാമണിയമ്മ, സിജി ശിവൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോലീസിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കണമെന്ന പ്രമേയവുമായി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ 35ാമത് ജില്ലാ സമ്മേളനം നടത്തി. അമ്പലപ്പുഴ MLA H. സലാം ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. LP, UP, HS വിഭാഗം കുട്ടികൾക്കായി സംഘടിപ്പിച്ച മത്സരത്തിൽ 200ഓളം വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് KP ധനീഷ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. എന്റെ കേരളം പരിപാടിയുടെ ഭാഗമായി വയോജനങ്ങൾക്കായി സംഘടിപ്പിച്ച സ്മൈൽ ഡെന്റൽ ക്ലിനിക്, വയോമിത്രം ക്ലിനിക് എന്നിവയുടെ ഉദ്ഘാടനം അമ്പലപ്പുഴ MLA H. സലാം നിർവഹിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ സംഘടിപ്പിച്ച ലോക മാതൃദിനാചരണ പരിപാടി ശ്രദ്ധേയമായി. ആശുപത്രിയുടെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.